നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. SDPIയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇന്നും ചാനലുകളിലെ പ്രൈം ഡിബേറ്റ് ചർച്ചകൾ SDPI പിന്തുണയെ പറ്റിയാണ്. മീഡിയ വൺ ഇന്നത്തെ അവരുടെ എഡിറ്റോറിയൽ പ്രോഗ്രാമിൽ പറഞ്ഞത് ഇത് UDFന്റെ സ്ട്രാറ്റജിയാണ്. SDPI ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന് CPMനെ പ്രതിരോധത്തിലാക്കി അവരുടെ അജണ്ടകൾ നിശ്ചയിക്കുന്ന ഒരു സമീപനം VD സതീശന്റെ കുശാഗ ബുദ്ധിയിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നതാണ് മീഡിയ വണ്ണിന്റെ വാദം. ഏതായാലും ഈ കാര്യത്തിൽ UDFും മീഡിയ വണ്ണും വിജയിച്ചിരിക്കുന്നു. SDPI ചർച്ച നിരന്തരമായി ഉയർന്നു വരുന്നതോടുകൂടി LDFന് കിട്ടേണ്ട വോട്ടുകൾ കിട്ടാതാവുകയും SDPI കൂട്ടുകെട്ട് ഉള്ളത് കൊണ്ട് LDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് മീഡിയ വണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. VD സതീശനുമായി ഇന്ന് മീഡിയ വണ്ണിന്റെ പ്രമോദരാമൻ ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നേരത്തെയുള്ള UDFന്റെ തീരുമാനമാണ് SDPI വോട്ട് വേണ്ട എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവർ എന്ത് സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ അവർ ഞങ്ങൾക്ക് പിന്തുണ തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും UDF കമ്മിറ്റി കൂടി ചർച്ച ചെയ്യണമെന്നാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും വോട്ട് വാഗ്ദാനവും വോട്ട് നൽകലും കൊടുക്കലും ഒക്കെ ഉണ്ടായാൽ അത് UDF കമ്മിറ്റി കൂടിയിട്ട് വേണം ആ വോട്ട് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറയുന്ന ഒരു സാമാന്യ ബോധം VD സതീശൻ എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നും മാറിയിട്ട് ഇന്ന് സ്വല്പം മയത്തിലാണ് സംസാരിക്കുന്നുള്ളത്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് ചോദിച്ചാൽ അത് കമ്മിറ്റി കൂടിയിട്ടാണെന്ന് പറയുന്നു. സ്വയം പ്രഖ്യാപനങ്ങൾ VD സതീശൻ നടത്തുന്നില്ല എന്ന് കാണേണ്ടതാണ്. മറ്റൊന്ന്, മഞ്ചേശ്വരം മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ UDFന്റെ കാൻഡിഡേറ്റായ AKM അഷ്റഫ് പറയുന്ന ഒരു പ്രസ്താവന ഞാൻ കാണാൻ ഇടയായി. AKM അഷ്റഫ് പറയുന്നത് SDPIക്ക് ഒരിക്കലും BJPക്ക് അനുകൂലമായ നയം സ്വീകരിക്കാൻ കഴിയില്ല, BJPക്ക് ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടാവുന്ന നയം സ്വീകരിക്കാൻ കഴിയില്ല. കാരണം SDPI നിരന്തരമായി BJPക്കെതിരെ സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. അതുകൊണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവർ BJPക്കെതിരായുള്ള നിലപാട് സ്വീകരിക്കും. ആ നിലപാട് എനിക്ക് ഗുണകരമാവുമെന്നാണ് AKM അഷ്റഫ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇതാണ് രണ്ട് സംഭവവികാസങ്ങൾ എന്നുള്ളത്. LDFനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയോടും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിനോടും CPMുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ നിരന്തരമായി ചാനലുകൾ ഇതേ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് SDPIക്കാരോടും ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDFുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശൻ എന്തുകൊണ്ട് ഇത്തരം ഒരു തീരുമാനമെടുക്കുന്നു, ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുന്നു എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ SDPI പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴാണ് VD സതീശൻ വേണ്ട എന്ന് പറഞ്ഞത്. ഇപ്പോൾ UDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും VD സതീശൻ മനസ്സിലാക്കുന്നു SDPIയുടെ വോട്ട് ഇപ്രാവശ്യം തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ SDPI കിട്ടാത്ത വോട്ടിനെ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് LDFനെ പ്രതിരോധത്തിലാക്കാം എന്നാണ് VD സതീശൻ കണക്ക് കൂട്ടുന്നത്. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. VD സതീശൻ കഴിഞ്ഞ കാലങ്ങളിൽ RSSുമായിട്ടുണ്ടാക്കിയ കൂട്ടുകെട്ടും RSSന്റെ നേതാക്കൾ തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. തങ്ങളുടെ അടുത്ത് VD സതീശൻ വന്നതാണ്, തങ്ങളുടെ പരിപാടികളിൽ സഹകരിച്ചതാണ്, തങ്ങളുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടതാണ്. അതുകൊണ്ട് VD സതീശൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് RSSുമായി മുൻകാലങ്ങളിൽ ബന്ധം പുലർത്തിയ ആളാണ്. ആ VD സതീശനാണ് യഥാർത്ഥത്തിൽ SDPI വോട്ട് വേണ്ട എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഈ വോട്ട് വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ RSSനെ പറ്റിയുള്ള ചർച്ചകൾ അവിടെ ഉണ്ടാവുന്നില്ല. മറ്റൊന്ന്, ഇവിടെ ഒരു VD സതീശൻ ഉദ്ദേശിക്കുന്നുള്ളത് SDPI എന്നുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം LDFനെ പിന്തുണക്കുന്നു, പിണറായി വിജയനെ പിന്തുണക്കുന്നു, LDF സർക്കാരിനെ പിന്തുണക്കുന്നു, അവരുടെ സ്ഥാനാർത്ഥികളെ പിന്തുണക്കുന്നു. അപ്പോൾ നേരെ ചെന്ന് RSSന്റെ അടുക്കൽ പോവുക, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികളുടെ അടുക്കൽ പോവുക, അല്ലെങ്കിൽ SDPIയുമായി ശത്രുത പുലർത്തുന്ന വിഭാഗങ്ങളുടെ അടുത്ത് പോവുക, കാസയുടെ അടുത്ത് പോവുക, തീവ്ര ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അടുത്ത് പോവുക, എന്നിട്ട് അവരോട് പറയുക, കണ്ടോ അവന്മാർ പിണറായി വിജയനും LDFനെയും പിന്തുണക്കുന്നുണ്ട്, അവർ മുസ്ലിം തീവ്രവാദികളാണ്, മുസ്ലിം വർഗീയവാദികളാണ്, അതുകൊണ്ട് നിങ്ങൾ ഇപ്രാവശ്യം അവർക്ക് പിന്തുണ കൊടുക്കുന്ന LDFനെ തോൽപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഞങ്ങളെ പിന്തുണക്കണം എന്ന് ഇരുട്ടിന്റെ മറവിൽ അല്ലെങ്കിൽ മറയ്ക്ക് പുറത്ത് ഒരു ധാരണകളും സഖ്യങ്ങളും ഉണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ VD സതീശൻ ഈ സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്നത്.
അഥവാ കേരളത്തിൽ വി ഡി സതീശന്റെ പല പദ്ധതികളും ഒരേ സമയം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഒരു ഭാഗത്ത് SDPI വോട്ട് വേണ്ട എന്ന് പറയുക, മറുഭാഗത്ത് SDPIയെ മാറ്റി നിർത്തിയാൽ കിട്ടാവുന്ന RSSന്റെയും ഖാസയുടെയും തീവ്ര കൃസംഗികളുടെയും സംഘപരിവാറിന്റെയും ഒക്കെ പിന്തുണ നേടിയെടുക്കുക, SDPIയുമായി അകൽച്ചയിലുള്ള ആളുകളുടെ പിന്തുണ നേടിയെടുക്കുക. അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് വി ഡി സതീശൻ ഇത്തരം ഒരു പ്രസ്താവനകൾ നടത്തുന്നത് എന്നതാണ് വ്യക്തമായിട്ടുള്ള കാര്യം. മറ്റൊരു UDF നേതാക്കളും ഈ കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല. വി ഡി സതീശനാണ് ഇത് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ RSS നേതാക്കളുമായിട്ട് വി ഡി സതീശൻ പുലർത്തിയ ബന്ധവും ബാന്ധവവും കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത്തരം ഒരു സമീപനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ വി ഡി സതീശൻ പോയിക്കൊണ്ടേയിരിക്കുന്നത്. മറ്റൊന്ന് LDFന്റെ നിലവിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ, LDF ഭരിക്കുമ്പോൾ, UDF ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷം സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോൾ അവർക്കെതിരെയുള്ള ഒരു ജനവികാരം, ആ ജനവികാരത്തിന്റെ നെഗറ്റീവ് വോട്ടിംഗ് എന്ന പാറ്റേൺ ആണ് കേരളത്തിൽ പുലർത്തി പോകുന്നത്. അതായത് ഒരു സർക്കാർ 5 വർഷം ഭരിച്ചാൽ പിന്നീട് ഒന്നും നോക്കാനില്ല, അവർക്കെതിരെയുള്ള ജനവികാരം രൂപപ്പെടുന്നത് സ്വാഭാവികമായിട്ടുള്ള സാഹചര്യമാണ്. അത് പ്രതിഫലിപ്പിക്കുന്നത് നെഗറ്റീവ് വോട്ടിങ്ങിലൂടെയാണ്. LDFനോട് പ്രശ്നമുണ്ടെങ്കിൽ നേരെ ചെന്നുകൊണ്ടുകൊണ്ട് UDFന് എല്ലാവരും വോട്ട് ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അതാണ് നെഗറ്റീവ് വോട്ടിംഗ് എന്നുള്ളത്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി അതിനെതിരായി ആര് നിൽക്കുന്നോ അവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ഇവരുടെ താല്പര്യങ്ങളും എന്താണ്? ആദ്യം ഭരിച്ചവരുമായിട്ട് വളരെ വ്യത്യാസമൊന്നുമില്ല, രണ്ടും സമാനമാണ് എന്നുള്ള ഒരു നയം, ഒരു പ്രശ്നം അപ്പോഴും അവിടെ ഉണ്ടാവുന്നുണ്ട്. പുതിയതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. ഇവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ, ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ LDFൽ നിന്നും എന്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് UDFന് ഉള്ളത് എന്നുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരമുണ്ടാവാറില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ള 100 വീടുകൾ എന്നുള്ള പദ്ധതി ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ആ വീടുകൾ ആരും കണ്ടിട്ടില്ല, അതിന്റെ പദ്ധതി പുരോഗമിച്ചിട്ടില്ല, പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. ആ പണം എവിടെയാണെന്ന് പോലും ഇത്രയും ദിവസം പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് അതിന്റെ കണക്കുകൾ പുറത്തു വിടുന്നത്. അത് പ്രതിപക്ഷ നേതാവിന്റെ മറ്റു അക്കൗണ്ടിലാണ്. ആ അക്കൗണ്ടിൽ ആകെ ബാക്കിയുള്ളത് 60 ലക്ഷം രൂപയാണ്. 60 ലക്ഷം രൂപ കൊണ്ട് 100 വീടുകൾ എങ്ങനെ നിർമ്മിക്കാനാണെന്നതാണ്. ഇവിടെയാണ് കോൺഗ്രസിന്റെ ഒരു വ്യത്യസ്തമായ സമീപനം നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് മുസ്ലിം ലീഗ് അവരുടെ പദ്ധതി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് അത് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ 10 വർഷമായി പിണറായി വിജയൻ ഭരിക്കുന്നു. 5 വർഷം കൊണ്ട് തന്നെ വീണ്ടും തുടർഭരണമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 10 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. കേരളത്തിലുള്ള ജനസാമാന്യത്തിനിടയിൽ പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധമായ മനസ്ഥിതി അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതും, സർക്കാരുമായി എൻഗേജ് ചെയ്യാൻ കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളടക്കമുള്ള മുസ്ലിം സംഘടനാ നേതൃത്വങ്ങൾക്കും വിഭാഗങ്ങൾക്കും കഴിയുന്നു എന്നുള്ളതും, സർക്കാർ തെറ്റുകൾ തിരുത്താൻ പലപ്പോഴും തയ്യാറാവുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.